ഇത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചായ പലഹാരം ഉണ്ടാക്കാം. ഇത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് ഗോതമ്പ് പൊടിയും ഏത്തപ്പഴവും അവലും ഈ 3 കൂട്ടം സാധനങ്ങൾ ചേർത്തിട്ടാണ് ഇത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. പിന്നെ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ എൻ്റെ ഏതെങ്കിലുമൊക്കെ റെസിപ്പികൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മിക്കപ്പോഴും ഫീഡ്ബാക്ക് ഒക്കെ പറയാറുള്ളത് ഒന്നല്ലെങ്കിൽ വാട്സപ്പിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെയാണ് പറയാറുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ പുതിയ വീഡിയോസിൽ ഇടുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഇടയിൽ കമൻസ് ഇടുമല്ലോ. അങ്ങനെ കമൻസ് ഇടുന്ന സമയത്ത് അവിടെ നിങ്ങൾ ഫീഡ്ബാക്കും കൂടിയും എഴുതുകയാണെങ്കിൽ അതെനിക്ക് കാണാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ ആകുമ്പോൾ ഇങ്ങനെ കുറേ മെസ്സേജുകളൊക്കെ വരുമ്പോൾ കുറേ ഒന്നും എനിക്ക് അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് പറ്റാറില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇതന്നെ റെഡിയാക്കുന്നത്. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദപ്പൊടി ആയിരുന്നാലും കുഴപ്പമില്ല. 2 പൊടിയാണെങ്കിലും നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണ പോലെ കുഴച്ചിട്ട് എടുക്കണം. ഞാനിവിടെ ഇതേപോലത്തെ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. അതിന് ഇത്രയ്ക്കാണ്ട് കറക്റ്റായിട്ടൊരു അളവില്ല, പക്ഷെ ഞാനിപ്പോൾ 1.5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തോരാണ് പൊടി ആവശ്യം വന്നതെന്നുള്ളത് ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് പറയാം കേട്ടോ. കാരണം എനിക്ക് കറക്റ്റായിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് അളവ് അറിഞ്ഞൂടെ. അപ്പോൾ ഈ ഗോതമ്പ് പൊടി നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചിട്ട് എടുക്കണ പോലെ കുഴച്ചിട്ടെടുക്കും. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഏത്തപ്പഴം കൊണ്ട് ഒരു ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് വയ്ക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏത്തപ്പഴം പുഴുങ്ങിയിട്ടുണ്ട്. ഇത് ഒരു ഏത്തപ്പഴം കേട്ടോ. ഇതൊരു ഏത്തപ്പഴം ഞാൻ ആവിയിലിട്ട് പുഴുങ്ങിയിട്ടെടുത്തത്. വെള്ളത്തിലിട്ട് പുഴുങ്ങുന്നതിനേക്കാളും നല്ലത് ആവിയിലിട്ടിട്ട് പുഴുങ്ങിയിട്ടെടുക്കുക. അത് നമുക്കറിയാമല്ലോ. അല്ലെങ്കിൽ വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ടെങ്കിൽ ഈ പഴത്തിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറുമല്ലോ. അപ്പോൾ പഴം നല്ല പഴുത്ത പഴമായിരിക്കണം കേട്ടോ. അപ്പോഴായിരിക്കും ഇത് നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞ് നല്ല ടേസ്റ്റിൽ കിട്ടുക. അപ്പോൾ ഇതേപോലത്തെ ഒരു ഏത്തപ്പഴം എടുക്കുക. അപ്പോൾ നമ്മുടെ നാട്ടിലെ നാടൻ ഏത്തപ്പഴമൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് വലിപ്പം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരു 2 ഏത്തപ്പഴം അല്ലെങ്കിൽ ഒരു 1.5 ഏത്തപ്പഴമൊക്കെ വെച്ചിട്ട് എടുക്കുക. ഇതിനങ്ങനെ കറക്റ്റായിട്ട് ഇപ്പോൾ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കണ പോലെ കറക്റ്റായിട്ട് ഇത്രയ്ക്ക് വേണമെന്നുള്ള ഒരളവില്ല. ഒരു ഏകദേശം നമ്മുടെ അളവിൽ എടുത്താൽ മതി. പിന്നെ തേങ്ങ വേണം. തേങ്ങ ഞാനിവിടെ ഒരു 2.5 പിടി തേങ്ങയാണ് എടുത്തേക്കുന്നത്. ഈ തേങ്ങയൊക്കെ ആയിരുന്നാലും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ഏകദേശം അളവ് പറയുന്നത് കേട്ടോ. നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു 2.5 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര വേണം. ശർക്കര അല്ലെങ്കിൽ പഞ്ചസാരയും ചേർക്കുക. ഞാനിവിടെ ഇത്രയ്ക്ക് വലിപ്പമുള്ള ഒരു ശർക്കരയാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ മധുരം കൂടുതൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് ശർക്കര കൂട്ടി കൊടുക്കുക. കാരണം ചില പഴത്തിനൊക്കെ ചിലപ്പോൾ അത്രയ്ക്ക് മധുരം ഉണ്ടാവില്ല. അപ്പോൾ ഞാനെടുത്തേക്കണ ഏത്തപ്പഴത്തിന് നല്ല മധുരമുണ്ട്. അപ്പോൾ ശർക്കര അപ്പോൾ മധുരം കൂടുതൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ അവലെടുത്തിട്ടുണ്ട്. അവല് ഞാനിവിടെ വെള്ള അവലാണ് എടുത്തേക്കുന്നത്. അതിപ്പോൾ ചുവന്ന അവലും കിട്ടുമല്ലോ. ഇതിപ്പോൾ ഏത് അവലായിരുന്നാലും കുഴപ്പമില്ല. അവല് ഞാനിവിടെ ഇതേപോലത്തെ ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ്സിന് എടുത്തേക്കുന്നത്. ഈ അവല് നമ്മൾ നെയ്യിൽ വറുത്തിട്ട് വേണം ഈ പഴം പുഴുങ്ങിയെടുത്തേക്കണം മിക്സിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നെയ്യും വേണം. പിന്നെ ലാസ്റ്റ് ഇത് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടാണ് ഇത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിനും നെയ്യ് വേണം. ഈ അവല് വറുത്തെടുക്കാനും നെയ്യ് വേണം. പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏലക്കായ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടിയും ചേർക്കണം കേട്ടോ. അപ്പോൾ പൊടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക. ഞാനിവിടെ കുറച്ച് വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി നല്ല സുഖമായിരിക്കുമല്ലോ. ഇതിലേക്ക് 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടി ചേർക്കുക. മൈദപ്പൊടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈദപ്പൊടി ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതേപോലെ എന്ത് പൊടിയിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ വെള്ളം ഒഴിക്കാൻ പോണതിന് മുമ്പ് ഈ പൊടിയിൽ ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പ് ചില സ്ഥലത്ത് ഇങ്ങനെ കട്ട പിടിച്ച പോലെ കിടക്കും. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കില്ലേ അതേപോലെ കുഴച്ചിട്ടെടുക്കുക. ഇതിലേക്ക് ഞാനിവിടെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നീക്കി വയ്ക്കാം. അപ്പോൾ ഫസ്റ്റ് ഇതേപോലെ കുഴച്ച് വയ്ക്കാം. ഇനി ഈ പഴം കൊണ്ടുള്ള മിക്സിങ് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അവല് വറുത്തൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ അവല് നെയ്യിലാണ് വറുക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ നെയ്യിൽ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലും ചെയ്യാം കേട്ടോ. ഇതിലേക്ക് നെയ്യ് ചേർക്കുക. ഈ അവല് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള നെയ്യ് ചേർത്ത് കൊടുക്കുക.
ഇതിലേക്ക് അവല് ചേർക്കാം. അവലൊക്കെ പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും കേട്ടോ. നന്നായിട്ട് മുരിഞ്ഞ് നല്ലൊരു ക്രിസ്പി ആയിട്ട് വരണം. ഇതേപോലെ ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ തീ പതുക്കെ ഒന്ന് കുറച്ച് വെച്ചോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകും. അപ്പോൾ ഇത് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ നല്ല ഗോൾഡൻ കളറായിട്ട് വരണം കേട്ടോ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ പഴത്തിൻ്റെ മിക്സിയിൽ ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവല് കുതിർന്ന പോലെ വരും. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല കിൽക്കട്ടം പോലെ ആയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇത് നീക്കി വയ്ക്കാം. ഈ സെയിം പാനിൽ തന്നെ നമുക്ക് ആ പഴത്തിൻ്റെ മിക്സിങ് റെഡിയാക്കിയിട്ട് എടുക്കാം. ഈ ശർക്കര അരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർക്കാം. ഇതിലേക്ക് ശർക്കര ചേർക്കാം. ശർക്കര ഞാനിവിടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്നാണ്ട് അരിഞ്ഞു കിട്ടുമല്ലോ. അപ്പോൾ ശർക്കര അത് നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ ചേർക്കാം. ഈ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കാം. ഇതിലേക്ക് നെയ്യ് ചേർക്കാം. നെയ്യ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നിങ്ങൾ കണ്ടല്ലോ, ആ ടേബിൾ സ്പൂണിൽ നന്നായിട്ട് ഇങ്ങനെ നിറച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമ്മൾ ആ പുഴുങ്ങിയെടുത്ത് വെച്ചേക്കണ ഏത്തപ്പഴം ഉണ്ടല്ലോ, ആ പഴം ചേർക്കാം. ആ പഴം ഞാനിവിടെ കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല പഴുത്ത പഴമാണെങ്കിൽ മാത്രമേ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ചിട്ട് എടുക്കാനും പറ്റുള്ളൂ. ഇതേപോലെ നമ്മൾ ഉണ്ടാക്കുമ്പോഴായിരുന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ചില ഏത്തപ്പഴത്തിനൊക്കെ നല്ല കല്ലപ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് പുഴുങ്ങിയെടുത്താലും ഭയങ്കര ഹാർഡായിട്ടിരിക്കും. ഇതിലേക്ക് പഴം ചേർക്കാം. നല്ല നാടൻ ഏത്തപ്പഴമൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ പഴത്തിന് അത്യാവശ്യം നല്ല മധുരമുണ്ട്. ഇതിലേക്ക് ഏലക്കായ പൊടിച്ചത് ചേർക്കുക. നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഏലക്കായ പൊടിച്ചാണ് ചേർത്തേക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർക്കണം കേട്ടോ. ടേസ്റ്റിനനുസരിച്ചിട്ട് കുറച്ച് ഉപ്പും ചേർക്കാം. ശർക്കര ചേർക്കണുണ്ട്. ഇത് മധുരമുള്ളതാണെങ്കിലും കുറച്ച് ഉപ്പ് ചേർക്കണം. അത് നമ്മൾ ഉപ്പ് ചേർക്കാൻ പോണേലും മുമ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ടും ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കതിൻ്റെ ആ ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഈ പഴം ചേർത്ത് കഴിക്കണം, നിങ്ങൾ തീ ഓഫ് ചെയ്യരുത് കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് ഒരു 5 മിനിറ്റിൻ്റെ നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ പഴത്തിൻ്റെ ഉള്ളിലേക്ക് ആയിരുന്നാലും ഈ ശർക്കരയുടെ ടേസ്റ്റും ഈ നെയ്യുടെ ടേസ്റ്റൊക്കെ നന്നായിട്ട് കിട്ടും. തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത് കേട്ടോ. ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഉടയാത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉടച്ചിട്ട് എടുക്കുക. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കണ അവലുണ്ടല്ലോ, അവല് ചേർക്കാം. തീ ഓഫ് ചെയ്യാം. അവലും ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മൾ മാവ് കൂടെ ഇതേപോലെ തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇതിൽ നിന്ന് വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വലുതായിട്ട് പരത്താം, അല്ലെങ്കിൽ കുറച്ച് ചെറുതായിട്ട് പരത്തിയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ഓരോ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഞാനിതിൻ്റെ പകുതി എടുത്തിട്ടാണ് ഫസ്റ്റ് പരത്തുന്നത്. ഇതേപോലെ ഇങ്ങനെ ഓരോ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണേന്ന് ഇതേപോലെ ഇങ്ങനെ ഓരോന്നായിട്ട് എടുക്കുക. പിന്നെ കുറച്ച് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യുക. ഇത്രയ്ക്കുള്ള ഒരു ഷീറ്റ് ഒരു 3 പീസായിട്ട് കട്ട് ചെയ്യുക. ഇതിൽ നിന്ന് ഒരു പീസ് എടുക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ പഴത്തിൻ്റെ ഫില്ലിങ് വയ്ക്കുക. കൈ കൊണ്ട് ഇതേപോലെ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ പരത്തി കൊടുക്കുക. നമ്മൾ അവലെടുക്കുമ്പോൾ ഒരുപാട് അവല് ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ഹാർഡായിട്ടിരിക്കും. അപ്പോൾ ഇതേപോലെ നമുക്ക് അതിനെ പരത്താൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇപ്പോൾ അവല് ഇല്ലാണ്ടും അവല് ചേർക്കാണ്ട് പഴവും തേങ്ങയും ചേർത്തിട്ട് ഇതേപോലെ ഫില്ലിംഗ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫില്ല് ചെയ്തില്ലേ, ഇതിനെ ഞാനിവിടെ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകട്ടെ.
ഇതേപോലെ ഇങ്ങനെ റോൾ ചെയ്തിട്ടെടുക്കുക. ഒരു എൻഡിൽ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് ഇങ്ങനത്തെ ഒരു ഷേപ്പായിരുന്നു. ഇത് ജസ്റ്റ് ഇതേപോലെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക മുകളിൽ. അപ്പോൾ പതുക്കെ മുകളിലൊന്ന് ഫ്ലാറ്റായിട്ട് വരും. ഇത് നമ്മൾ കുറച്ച് നെയ്യ് അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചിട്ട് ഇത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യണത്. ഡീപ് ഫ്രൈ അല്ല ചെയ്യണത്, ഷാലോ ഫ്രൈ പോലെ. ഇതേപോലെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഒരുപാട് വലുതെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഗോതമ്പ് പൊടിയുടെ ലെയർ കുറേ വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആയി കൂടി ഇത്ര വരെ, ഒരു പകുതി വരെ ഈ ഗോതമ്പ് പൊടിയുടെ ലെയർ പോയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് വലിയ ഷീറ്റായിട്ട് എടുക്കരുത്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാവരും ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കുക. ഇതെല്ലാവരും ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മൊരിയിച്ചെടുക്കുക. ഇത്രയ്ക്ക് മാവ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 1.25 ഗ്ലാസിൻ്റെ പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. ഇത് മൊരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇത് ഞാനിവിടെ നെയ്യിലാണ് മൊരിയിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോണത്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. പാനിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ വയ്ക്കുക. ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കണം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇങ്ങനെ നമ്മൾ റോൾ ചെയ്തിട്ട് എടുക്കുമ്പോൾ അതിങ്ങനെ പൊന്തിയിരിക്കും. അപ്പോൾ ഇതേപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കണം. എല്ലാവർക്കും ശരിക്കും മൊരിഞ്ഞിട്ട് തീയിലിട്ടിട്ട് 2 സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് മൊരിച്ചിട്ട് എടുക്കുക. കുറച്ച് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തൂത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെ കട്ട പോലെ ഇരിക്കുന്നതുകൊണ്ടിട്ടാണ് ഞാനിങ്ങനെ കൈ കൊണ്ട് തൂത്ത് കൊടുക്കുന്നത്. ഇത് ചെറിയ തീയിലിരുന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടെ. ഞാനിവിടെ ക്യാമറ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. ഇനി കുറച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി ഞാനിത് തിരിച്ചിട്ടുള്ളൂ. തീ ഒരിത് നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയം കൂടുതലെടുത്തിട്ട് നന്നായിട്ട് മൊരിയിച്ചിട്ട് എടുക്കുക. പിന്നെ മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് എന്ത് ഓയിലാണ് നിങ്ങൾ ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യാണെങ്കിൽ നെയ്യ്, വെളിച്ചെണ്ണ എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കണം കുറേശ്ശെ. അപ്പോഴായിരിക്കും ഇത് ശരിക്കും മൊരിഞ്ഞ് വരാം. ഈ തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഏത്തപ്പഴവും ഗോതമ്പ് പൊടിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇത് റെഡിയാക്കിയിട്ട് എടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. തീ എങ്ങാനും കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ മോൾ ഭാഗം അങ്ങോട്ട് മുരിയും, ഉള്ളിലേക്ക് നമുക്ക് ശരിക്കും മുരിഞ്ഞ് കിട്ടില്ല. കാരണം ഇതിൻ്റെ ഒരു ചെറിയ ലെയർ കൂടിയിട്ട് അടിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടിയിട്ടൊന്ന് മുരിയണം. പിന്നെ ഇതിലേക്ക് നമ്മൾ അവല് ചേർക്കുന്ന സമയത്ത് അവലെങ്ങാനും കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ചൂടാറി കഴിഞ്ഞിട്ട് ഇതൊന്നും കൂടി നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് അവല് ചേർത്താലും മതി. അപ്പോൾ കുറേശ്ശെ അവല് ചേർത്തിട്ട് ഇങ്ങനെ കുഴച്ച് നോക്കാം. അപ്പോൾ അതനുസരിച്ചിട്ട് അവല് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അവലെങ്ങാനും കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെക്കുമ്പോൾ ആ ഫില്ലിങ് എല്ലാം കൂടിയിട്ട് അങ്ങോട്ട് ചേർന്നിരിക്കില്ലല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് അവലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇരിക്കുന്നത്. അത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാൻ അതിങ്ങനെ ഒടിഞ്ഞു പോകുന്നു കേട്ടോ. അത് നന്നായിട്ട് മൊരിഞ്ഞാൽ മാത്രമേ അങ്ങനെ പോരുള്ളൂ. അല്ലെങ്കിൽ ഇത് ഭയങ്കര സോഫ്റ്റായിട്ട് ഇങ്ങനെ വേവാത്ത പോലെ ഇരിക്കും.